ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ടെക്സ്ചറിൽ കിട്ടുന്ന ഒരു സോയാക്കറിയാണ് കേട്ടോ. സോയ ഇഷ്ടമില്ലാത്തവർക്ക് കൂടി നിങ്ങൾ ഇതുപോലൊരു സോയാക്കറി തയ്യാറാക്കി കൊടുക്കൂ. ഉറപ്പായിട്ടും ഇത് സോയയിലാണോ തയ്യാറാക്കിയെന്ന് അവർ ചോദിക്കും കേട്ടോ. വളരെ എളുപ്പമാണ്. എന്നാൽ ശരി, ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. നമ്മുടെ ഈ സോയാക്കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ആദ്യം നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് സോയാ ചങ്ക്സ് ആണ്. 1 കപ്പ് നിറയാണ് കേട്ടോ ഞാനിപ്പോൾ സോയാ ചങ്ക്സ് എടുത്തിട്ടുള്ളത്. ഏത് വലിപ്പത്തിനുള്ള സോയാ ചങ്ക്സും നമുക്ക് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ്. കൂടെ തന്നെ നമ്മുടെ ഈ സോയാ ചങ്ക്സിനും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി. അപ്പോൾ ഉപ്പും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇത് ഒരു 6-7 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നല്ല രീതിക്ക് ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ സോയ ചങ്ക്സ് എല്ലാം നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 6-7 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഡബിൾ സൈസായിട്ട് നമ്മുടെ സോയ ചങ്ക്സ് എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോൾ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ഈ സോയ ചങ്ക്സിലെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് നമ്മളൊന്ന് മാറ്റണം. അത് 2-3 തവണ വെള്ളം നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളയേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പിഴിഞ്ഞ് കളയുമ്പോഴത്തേക്കും ആ സോയയിലുള്ളൊരു പ്രത്യേക മണം ഉണ്ടല്ലോ, പലർക്കും ആ ഒരു മണം ഇഷ്ടം ഉണ്ടാവില്ല. 2-3 തവണ വെള്ളത്തിൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മണം കംപ്ലീറ്റ് ആയിട്ട് പോയി കിട്ടും കേട്ടോ. പച്ചവെള്ളത്തിൽ നന്നായിട്ടൊന്ന് കഴുകി എടുത്താൽ മതിയാവും. അതായത് 2-3 വെള്ളം ഞാനിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് പിഴിഞ്ഞ് ഒരു ബോളിലേക്ക് മാറ്റാം. ഒരുപാട് പ്രസ് ചെയ്യണ്ട. ഒരുപാട് പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പൊടിഞ്ഞു പോകും കേട്ടോ. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഇതെല്ലാം ഞാനൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് തൈരാണ്. 1.5 കപ്പ് അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ തൈര് എടുത്തിട്ടുള്ളത്. അപ്പോൾ തൈര് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അധികം പുളിയില്ലാത്ത തൈര് നോക്കി എടുക്കണം. അപ്പോൾ 1.5 കപ്പ് തൈരിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. എക്സ്ട്രാ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ പിന്നെ വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ 1.5 സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ സവാളയിൽ 1.5 സവാള എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. സവാളയും ചേർത്തിട്ട് എല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് പിന്നെ നമുക്ക് ഒരു ചെറിയൊരു താളിപ്പും കൂടിയാണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കാം. എണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ വേണ്ടത് കടുകാണ്. ഒരു 3/4 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുന്നുണ്ട്. കടുകെല്ലാം ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണേ. പാനിപ്പോൾ നല്ല ചൂടാണ്, നല്ല കട്ടിയുള്ള പാനാണ്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, കൂടെ തന്നെ ആവശ്യത്തിനുള്ള മല്ലിയില. നമുക്ക് എത്രത്തോളം മല്ലിയില ടേസ്റ്റ് ഉണ്ടോ ഇഷ്ടമുണ്ടോ അത്രത്തോളം ചേർക്കാം. വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളും കൂടെ ചേർക്കാം. അധികം പൊടികളൊന്നും ഇല്ല, നമുക്ക് ആവശ്യമായിട്ടില്ല. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും, കൂടെ തന്നെ നമ്മുടെ ഈ ഗ്രേവിക്കും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നേരെ തന്നെ ചൂടോട് കൂടിയിട്ട് നമ്മുടെ ഈ താളിപ്പ് നമ്മുടെ സോയ മിക്സിലേക്ക് ചേർക്കാം. ഇനി ഇതെല്ലാം ചേർത്തിട്ട് നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി സോയ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആകെ കൂടി നമ്മുടെ ഈ സോയ വേകുന്ന ഒരു സമയം മാത്രം, ഒരു 5 മിനിറ്റ് മാത്രമേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ. പിന്നെ അതിനുള്ളിൽ ഒരു 1-2 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ഈ കറി റെഡിയാണ്. വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു ക്രീമി സോയക്കറിയാണ് കേട്ടോ. ഇത് ചപ്പാത്തിയുടെ കൂടെ എടുക്കാം, നാനിൻ്റെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, ചോറിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു കറിയാണ്. വളരെ ക്രീമി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. നല്ല ചെറിയൊരു പുളി ടേസ്റ്റും അതുപോലെ തന്നെ ആ ചെറിയ എരിവൊക്കെ ആയിട്ടാണ് ഇത് കിട്ടുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതുപോലൊരു സോയക്കറി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ പലർക്കും ആ സോയയുടെ ആ ഒരു ഫ്ലേവർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അതേപോലെ സോയ കഴിക്കാത്തവർ ഒരുപാട് പേരുണ്ടാവും. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ടേക്ക് കെയർ.